ഇതാണ് കേട്ടോ മുതലക്കുടം പള്ളി. ഞാൻ മിക്കവാറും ശനിയാഴ്ച ദിവസം ഇവിടെ വരാറുണ്ട്. വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ നാമധേയത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് ഈ പള്ളിയെ. AD 1312 ഈ പള്ളി സ്ഥാപിതമായത്. സാധാരണ കണ്ടിട്ടില്ലാത്തൊരു ഷേപ്പല്ലേ ഈ പള്ളിക്ക്, ഒരു ത്രികോണ രീതിയിൽ. ഇപ്പോൾ ഈ കാണുന്നത് പോലെയുള്ള പള്ളി പണിതത് 1973 സാധാരണ ഞാൻ കണ്ടിട്ടുള്ള പള്ളിയൊക്കെ ചിലപ്പം നല്ല വെള്ള കളറോ അല്ലെങ്കിൽ ലൈറ്റ് കളറോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഇത് കണ്ടോ, നല്ല നീല കളറാണ്. പിന്നെ ഈ പള്ളിയുടെ മുന്നിൽ തന്നെ കണ്ടോ വലിയൊരു കൽക്കുരിശുണ്ട്. ഇവിടെ വരുന്നവരെല്ലാവരും തിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാനും ഒരു മെഴുകുതിരി കത്തിച്ചു പ്രാർത്ഥിച്ചു. ഇന്നൊരു തിങ്കളാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലേ. നാനാജാതി മതസ്ഥരായ ഒരുപാട് പേരാണ് ഇന്നും ഇവിടെ എത്തുന്നത്. പിന്നെ ഇവിടുത്തെ ഗീവർഗീസ് പുണ്യാളന് മുതലക്കുടം മുത്തപ്പൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുവശത്തേക്ക് മുഖം തിരിഞ്ഞിരിക്കുന്നതും താടിയുള്ളതുമായ തിരുസ്വരൂപമാണ് ഇവിടെയുള്ളത്. പിന്നെ എടത്വപ്പള്ളിയിലാണ് താടിയുള്ളൊരു ഗീവർഗീസ് പുണ്യാളുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇവിടെ കഴുന്നെടുക്കുന്നതിനും കുമ്പസാരിക്കുന്നതിനും ഒക്കെ സൗകര്യമുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് ഹോളി ഫാമിലി ഹോസ്പിറ്റല്. അവിടെയാണ് എൻ്റെ മോള് ജനിച്ചത്. പള്ളിയുടെ സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു മാതാവിൻ്റെ ഗ്രോട്ടോയും കൂടി ഉണ്ട് കേട്ടോ. മറ്റത്തിൽ മുത്തിയുടെ ഒരു കിണറുണ്ട് കേട്ടോ ഇവിടെ. അവരുടെ പരിശ്രമ ഫലമായിട്ടാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിതമായെന്നാണ് പറയപ്പെടുന്നത്. 25 വർഷമെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പള്ളി വരാൻ തുടങ്ങിയിട്ട്. രാവിലെ 6 മണി തൊട്ട് രാത്രി 8 മണി വരെ എപ്പം വേണേലും വന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഏപ്രിൽ 23, 24 തീയതികളിലാണ് ഇവിടുത്തെ പെരുന്നാൾ. അന്നത്തെ പ്രദക്ഷിണമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. തൊടുപുഴയിൽ നിന്ന് 10 രൂപ പോയിൻ്റേ ഉള്ള ബസ്സിന്. അത്ര അടുത്തായതുകൊണ്ട് തൊടുപുഴ വരുമ്പോഴൊക്കെ ഞാനിവിടെ വരാറുണ്ട് കേട്ടോ.